ഞാൻ ഒരുപാട് നാളായിട്ട് കാർട്ടിലിട്ട് വെച്ചിരുന്ന ഒരു ജേർണൽ സെറ്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ കിട്ടി അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്കിപ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ ഞാൻ അത് അൺബോക്സ് ചെയ്തിരുന്നത്. അറൗണ്ട് 550 ആണ് കേട്ടോ ഇത് വരുന്നത്. മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ആദ്യം തന്നെ ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ കൂടുതലും ഫ്ലവേഴ്സ്, സീനറീസ് ഒക്കെയാണ് കേട്ടോ വരുന്നത് ഫോട്ടോസായിട്ട്. പിന്നെ ഇത് ഓർഡർ ചെയ്ത് പൊട്ടിച്ചതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് വാൻ ഗോഗ് തീമിലാണിത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായത് ട്ടോ. ആദ്യം എനിക്കിത് അറിയില്ലായിരുന്നു. പിന്നെ ഈ സ്റ്റാറി നൈറ്റ് തീമിൽ വെച്ചിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അതിന് പറ്റിയ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ജേർണലിംഗ് ചെയ്യാം ട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ പോസ്റ്റ് കാർഡ്സ് ആണ് വരുന്നത്. പോസ്റ്റ് കാർഡ്സ് എന്താ അതിന് പറയാന്ന് അറിയില്ല. നമുക്ക് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ. അത് ഒരെണ്ണം ഒരു ഫോട്ടോ തന്നെ 10 എണ്ണം വെച്ച് വരുന്നുണ്ട് ട്ടോ. ഒരെണ്ണം തന്നെ എന്തിനാ ഇത്ര അധികം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വാഷി ടേപ്സ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ടൊരു ബുക്ക് മാർക്കാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറിൽ ബട്ടർഫ്ലൈ ആണ് അത് ബുക്ക് മാർക്കായിട്ട് വരുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത്. അത് ബുക്ക് മാർക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും അറിയെങ്കിൽ അതെന്താന്ന് പറയണം. ഇത് കൂടാതെ വേറെയും കുറച്ച് ബുക്ക് മാർക്ക് പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം ട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ജേർണൽ ബുക്ക്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ നല്ലോണം ഡിസപ്പോയിൻറ്റഡ് ആയി. അതിന് മുമ്പ് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള വേറെ കുറച്ച് സംഭവങ്ങളും കാണിച്ചു തരാം. ഇതുപോലത്തെ കുറച്ച് ബട്ടർഫ്ലൈ സ്റ്റിക്കർ അല്ല ഇത്, കുറച്ച് കട്ടുണ്ട്. ഇതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണെന്ന് അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ട്ടോ. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് 2 എണ്ണം ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള പൗച്ച് ഷീറ്റ് പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇനി ഇത് തുറന്നപ്പോഴാണ് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയത്. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് പ്ലെയിൻ പേപ്പേഴ്സ് ആയിരിക്കും. സാധാരണ മീഷോയിൽ നിന്ന് വാങ്ങുന്ന ജേർണൽ സെറ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ബുക്കായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കുഴപ്പമില്ല. ഇനി ഇത് യൂസ് ചെയ്തിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.